ഹലോ, ഞാൻ റിജി. റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2025 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഭാഗം ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്നുള്ള പാർട്ടാണ് വരുന്നത്. ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ 942 ആണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ക്യാമറയുടെ ക്ലാരിറ്റി പോയിരുന്നു. 2 വീഡിയോ നമ്മൾ ചെയ്ത് ക്യാമറയുടെ ക്ലാരിറ്റി പോയിരുന്നു. അപ്പോൾ ദയവേത് ക്ഷമിക്കണം എന്ന് പറയാൻ നമുക്ക് ആവുള്ളൂ. അപ്പോൾ 942 ആണ് നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ടിക്ക് ചെയ്തേക്കുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷേ ഈ ടിക്ക് ചെയ്തേക്കുന്നത് ഒരുപക്ഷെ തെറ്റ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഒറിജിനൽ പീരീഡ് ആൻസേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഈ ടിക്ക് ചെയ്തേക്കണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ദയവേത് ക്ഷമിക്കണം. നമുക്ക് ആദ്യം ഒറിജിനൽ പീരീഡ് ആൻസേഴ്സ് നോക്കാം. അതിനുശേഷം 942 ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും 1010 ക്വസ്റ്റ്യൻസ് ഉണ്ട് ടോട്ടലി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഏകദേശം അവസാനിക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും എല്ലാ വീഡിയോസും ദയവേത് വാച്ച് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വേറെ കുറേ വീഡിയോസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ക്വസ്റ്റ്യൻ 1, 2, 3, 4 ഒക്കെ ആൻസർ മാത്രമേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ ലാസ്റ്റ് പാർട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. 942 which of the following are the 3 landmarks of Dalhousie's administration? 1. Indian Railways. 2. Public Works Department. 3. English as a medium of instruction. 4. Telegraph. A. 1, 2, 3. B. 1, 3, 4. C. 2, 3, 4. D. 1, 2, 4. Answer D. 1, 2, 4. 1. Indian Railways. 2. Public Works Department. 4. Telegraph. 942 which of the following are the 3 landmarks of Dalhousie's administration? 1. Indian Railways. 2. Public Works Department. 3. English as a medium of instruction. 4. Telegraph. A. 1, 2, 3. B. 1, 3, 4. C. 2, 3, 4. D. 1, 2, 4. Answer D. 1, 2, 4. 1. Indian Railways. 2. Public Works Department. 4. Telegraph.
943. Which of the following classes did not participate in the revolt of 1857? A. Agricultural laborers. B. Money lenders. C. Peasants. D. Zamindars. A only. B. A and B. C. B only. D. B and D. Answer A only. Answer A only. A. Agricultural laborers. 944. Which of the following clauses were not included in the Gandhi-Irvin Pact? 1. Withdrawing all ordinances and ending prosecutions. 2. Release of all kinds of political prisoners. 3. Restoration of confiscated property of the Satyagrahis. 3. Restoration of confiscated property of the Satyagrahis. 4. Permitting peaceful picketing of liquor, opium and foreign cloth shops. 5. Permitting all the Indians to collect or manufacture salt free of duty. Choose the answer from the codes given below. Choose the answer from the codes given below. A. Only 2. B. 1 and 2. C. 2 and 4. D. Only 1. Answer C. 2 and 4. Answer C. 2 and 4. 2. Release of all kinds of political prisoners. 5. Permitting all the Indians to collect or manufacture salt free of duty. 944. Which of the following clauses were not included in the Gandhi-Irvin Pact? 1. Withdrawing all ordinances and ending prosecutions. 2. Release of all kinds of political prisoners. 3. Restoration of confiscated property of the Satyagrahis. 4. Permitting peaceful picketing of liquor, opium and foreign cloth shops. 4. Permitting peaceful picketing of liquor, opium and foreign cloth shops. 5. Permitting all the Indians to collect or manufacture salt free of duty. Choose the answer from the codes given below. A. Only 2. B. 1 and 2. C. 2 and 5. D. Only 1. Answer C. 2 and 5. Answer C. 2 and 5. 2. Release of all kinds of political prisoners. 5. Permitting all the Indians to collect or manufacture salt free of duty. 945. Which of the following international events influenced the course of national movement in India before the advent of Mahatma Gandhi? 1. In Italian Abyssinian War 1898. 1. Italian Abyssinian War 1898. 2. Boxer movement in China. 3. Revolutionary movement in Ireland. 4. Victory of Japan in the Russo-Japanese War. A. 1, 2 and 3. B. 3 and 4. C. 1, 2 and 4. D. 1, 2, 3 and 4. Answer B. 3 and 4. Answer B. 3 and 4. 3. Revolutionary movement in Ireland. 4. Victory of Japan in the Russo-Japanese War. 946. Which of the following is associated with the name of Maulana Shaukat Ali? 1. Establishment of Jamia Millia. 2. Organization of Muhammadan Anglo-Oriental College. 3. Organization of Khilafat Movement. 4. Foundation of Muslim League. 946. Which of the following is associated with the name of Maulana Shaukat Ali? 1. Establishment of Jamia Millia. 2. Organization of Muhammadan Anglo-Oriental College. 3. Organization of Khilafat Movement. 4. Foundation of Muslim League. A. 1 only. B. 3 only. C. 2 and 4. D. 1, 2 and 3. Answer B. 3 only. Answer B. 3 only. 3. Organization of Khilafat Movement. 946. Which of the following is associated with the name of Maulana Shaukat Ali? 1.
Establishment of Jamia Millia. 2. Organization of Mohammedan Anglo-Oriental College. 3. Organization of Khilafat Movement. 4. Foundation of Muslim League. A. 1 only. B. 3 only. C. 2 and 4. D. 1, 2 and 3. Answer B. 3 only. Answer B. 3 only. 3. Organization of Khilafat Movement. 947. Which of the following is correctly matched? A. 1909 Montague Chelmsford reforms. B. 1927 Windham Molley reforms. C. 1858 Queen Victoria's proclamation. D. 1777 Liberts Bill. Answer C. 1858 Queen Victoria's proclamation. Answer C. 1858 Queen Victoria's proclamation. Spelling mistake ന്റെ ദയവേത് ക്ഷമിക്കുക. 948. Which of the following statements about the activities of revolutionary terrorists are true? A. Organization of secret societies in India and abroad. B. Publication of newspapers, journals and pamphlets. C. Assassination of oppressive British officials as well as those Indians who were terrorists. D. Organization of military conspiracies. D. Organization of military conspiracies. E. Organization of raids on banks, police stations and government armories. F. Organization of mass public meetings. Choose the answers from the codes given below. A, B, D, E and F. B, A, B, D and F and E. C, A, C, D and F. D, A, B, C, D and E. Answer D, A, B, C, D and E. Answer D, A, B, C, D and E. A. Organization of secret societies in India and abroad. B. Publication of newspapers, journals and pamphlets. C. Assassination of oppressive British officials as well as those Indians who were terrorists. D. Organization of military conspiracies. E. Organization of raids on banks, police stations and government armories. F. Organization of mass public meetings. 948. Which of the following statements about the activities of revolutionary terrorists are true? A. Organization of secret societies in India and abroad. B. Publication of newspapers, journals and pamphlets. C. Assassination of oppressive British officials as well as those Indians who were terrorists. D. Organization of military conspiracies. E. Organization of raids on banks, police stations and government armories. F. Organization of mass public meetings. Choose the answers from the codes given below. A, B, D, E and F. B, A, B, D and E. C, A, C, D and F. D, A, B, C, D and E. Answer D, A, B, C, D and E. A. Organization of secret societies in India and abroad. B. Publication of newspapers, journals and pamphlets. C. Assassination of oppressive British officials as well as those Indians who were terrorists. D. Organization of military conspiracies. E. Organization of raids on banks, police stations and government armories. E. Organization of raids on banks, police stations and government armories. F. Organization of mass public meetings. 949. Which of the following statements about the Indian processes are not true? A. The Bengal Gazette, a weekly paper, was started by James Augustus Hickey, an Englishman, in 1780. A. The Bengal Gazette, a weekly paper, was started by James Augustus Hickey, an Englishman in 1780. B. Hickey, a pioneer in the history of journalism in India, had very cordial relations with Warren Hastings, the then Governor General. C. The Calcutta Journal was started by J.S. Buckingham in
1818. D. The Bengali and the Amrit Basar Patrika were the first vernacular papers in India. Choose the answer from the codes given below. A, B and C, B and D, C, A and C, D, C and D. Answer B, B and D. Answer B, B and D. B. Hickey, a pioneer in the history of journalism in India, had very cordial relations with Vara Hastings, the then Governor General. D. The Bengali and the Amrit Basar Patrika were the first vernacular papers in India. 950. Which of the following statements about the revolutionary terrorists are true? A. They mainly came from the lower classes. B. Most of them belonged to the upper caste. C. Most of them came from rural areas. D. They neglected the real demands of the peasants and workers. D. They neglected the real demands of the peasants and workers. Select the correct answer from the codes given below. A, B and C. B, B and D. C, B, C and B, C and D. D, A and C. Answer B, B and D. Answer B, B and D. B, most of them belonged to the upper caste. D, they neglected the real demands of the peasants and workers. D, they neglected the real demands of the peasants and workers. 950. Which of the following statements about the revolutionary terrorists are true? A. They mainly came from the lower classes. B. Most of them belonged to the upper caste. C. Most of them came from rural areas. D. They neglected the real demands of the peasants and workers. Select the correct answer from the codes given below. A, B and C. B and D. C, B, C and D. D, A and C. Answer B, B and D. B, most of them belonged to the upper caste. D, they neglected the real demands of the peasants and workers. 951. Which of the following statements are not true about the non-cooperation and Khilafat movements? A. At the Vijayawada session of the AICC, April 1921, the Tilak Swaraj Fund was started to finance the non-cooperation movement. A. At the Vijayawada session of the AICC, April 1921, the Tilak Swaraj Fund was started to finance the non-cooperation movement. B. At the same session, it was decided to enroll 1 crore members into the congresses by the end of June 1921. C. At the Karachi Khilafat Conference in July 1921, the Ali brothers called on Muslims to resign from the army, and hence they were jailed by the British in November 1921. D. Some Khilafat members like Hasrat Mohani began demanding complete independence by the end of 1921. The Jamia Millia Islamia was started in Delhi in 1921. Select the answer from the codes given below. A. D only. B. C and D. C. E only. D. D and E. Answer C. E only. E. The Jamia Millia Islamia was started in Delhi in 1921. 952. Which of the following statements are true about the Vernacular Process Act 1878? A. It was passed by Lord Mayo. B. It came to be known as the Gagging Act. C. It liberated the Indian presses from restrictions. D. It was replaced by Lord Ripon in 1882.
Choose the answer from the codes given below. A and B, B and D, C, A and C, D, C and D. Answer D, C and D. Answer D, C and D. C. It liberated the Indian presses from restrictions. D. It was replaced by Lord Ripon in 1882. 953. Which of the following statements are not true? A. Khudiram Basu and Prafula Chaggi assassinated Mr. Kingsford, the judge of Muzaffarpur. B. Stevens, the district magistrate of Tipara in Bengal, was murdered by Sandy and Sunidhi Chowdhury. C. Many revolutionaries, including Aurobindo Ghosh, were arrested by the British immediately after the Kennedy murder. D. Saunders was assassinated by Bhagat Singh and others as a revenge from the police assault on Bipin Chandra Pal. 953. Which of the following statements are not true? A. Khudiram Basu and Prafula Chakki assassinated Mr. Kingsford, the judge of Muzaffarpur. B. Is Stevens, the district magistrate of Tipara in Bengal, was murdered by Santi and Suniti Chowdhury. C. Many revolutionaries, including Aurobindo Ghosh, were arrested by the British immediately after the Kennedy murder. D. Saunders was assassinated by Bhagat Singh and others as a revenge for the police assault on Bipin Chandra Pal. D. Saunders was assassinated by Bhagat Singh and others as a revenge for the police assault on Bipin Chandra Pal. Choose the answer from the codes given below. A only, B, A and D, C, D only, D, B and D. Answer D, B and D. B. Stevens, the district magistrate of Tipara in Bengal, was murdered by Santi and Suniti Chowdhury. D. Saunders was assassinated by Bhagat Singh and others as a revenge for the police assault on Bipin Chandra Pal. D. Saunders was assassinated by Bhagat Singh and others as a revenge for the police assault on Bipin Chandra Pal. 954. Which of the following universities was not established by Lord Dalhousie? A. Bombay, B. Delhi, C. Madras, D. Calcutta. Answer B. Delhi. 955. Which of the following was a continuous movement based on the philosophy of Gandhiji and not a specific movement? A. Non-cooperation movement, B. Swadeshi movement, C. Quit India movement, D. Civil disobedience movement. Answer B. Swadeshi movement. 956. Which of the following was a recommendation of Hunter's Commission? A. Gradual withdrawal of state support from higher education. B. Women's education. C. New regulation for the organized Senate's system. D. Introduction of civic education at college and university level. Answer A. Gradual withdrawal of state support from higher education. 956. Which of the following was a recommendation of Hunter's Commission? A. Gradual withdrawal of state support from higher education. B. Women's education. C. New regulation for the organized Senate's system. D. Introduction of civic education at college and university level. Answer A. Gradual withdrawal of state support from higher education. In 957, which of the following were not responsible for the
failure of the revolutionary terrorists. A. Classes and cost limitations. B. Lack of central leadership and a common plan. C. Secular beliefs of the terrorists. D. Lack of communication facilities. E. Ruthless and repressive policy of the British. Select the correct answer from the codes given below. A, B only, B, C only, C, A and C, D, C and D. Answer B, C only. C, secular beliefs of the terrorists. 958. Which of the following were the causes for the emergence and growth of revolutionary terrorism in India? A. Frustration of the youth with the constitutional methods of the moderates and the passive resistance of the extremists. Uh, B. Failure of the Swadeshi and anti-partition movements to get the partition of Bengal repealed. C. Protection and cooperation given by the masses to the terrorists. D. Growing hatred among the youth for foreign rule due to the racial arrogance of the British and the repressive measures adopted by the government. E. Influence of Irish terrorists and Russian nihilists. Select the answers from the codes given below. A, B and D. B, C and E. C, A, B, D and E. D, B, C, D and E. Answer D, B, C, D and E. B. Failure of the Swadeshi and anti-partition movements to get the partition of Bengal repealed. C. Protection and cooperation given by the masses to the terrorists. D. Growing hatred among the youth for foreign rule due to the racial arrogance of the British and the repressive measures adopted by the government. E. Influence of Irish terrorists and Russian nihilists. B. Failure of the Swadeshi and anti-partition movements to get the partition of Bengal repealed. C. Protection and cooperation given by the masses to the terrorists. D. Growing hatred among the youth for foreign rule due to the racial arrogance of the British and the repressive measures adopted by the government. D. Growing hatred among the youth for foreign rule due to the racial arrogance of the British and the repressive measures adopted by the government. E. Influence of Irish terrorists and Russian nihilists. 959. Which of the following statements correctly defines the term drain theory as propounded by Dadabhai Naoroji? A. That the resources of the country were being utilized in the interest of Britain. B. That a part of India's national wealth or total annual product was being exported to Britain for which India got no material returns. C. That the British industrialists were being given an opportunity to invest in India under the protection of the imperial power. D. That the British goods were being imported to the country, making it poorer day by day. Answer A. That the resources of the country were being utilized in the interest of Britain. 960. Which of the following pairs is not correct? Which one of the following pairs is not correct? 960. Which one of the following pairs is not correct? A. R.D. Katari, first Indian Chief of Navy. A. R.D. Katari, first Indian Chief of Navy. B. Subroto Mukherjee, first Indian Air Chief. C. K.M. Kariappa, first Indian Army Chief. D. D.B. Prasad Chowdhury, first Joint Chief of Staff. Answer D. D.B. Prasad Chowdhury, first Joint Chief of Staff. 960. Which
One of the following pairs is not correct. A. R.D. Katari, first Indian Chief of Navy. B. Sabroto Mukherjee, first Indian Air Chief. C. K.M. Cariappa, first Indian Army Chief. D. D.B. Prasad Chowdhury, first Joint Chief of Staff. Answer D. D.B. Prasad Chowdhury, first Joint Chief of Staff. Spelling mistake ഉണ്ട്, ദയവായി ക്ഷമിക്കണം. 961. Which one of the following pairs is not correctly matched? A. 1948. Police action in Hyderabad state. B. 1949. A. Devaluation of Indian rupee. C. 1950. Setting up of the Planning Commission. D. 1951. Establishment of Atomic Energy Commission. Answer D. 1951. Establishment of Atomic Energy Commission. 961. Which one of the following pairs is not correctly matched? A. 1948. Police action in Hyderabad state. B. 1949. Devaluation of Indian rupee. C. 1950. Setting up of the Planning Commission. D. 1951. Establishment of Atomic Energy Commission. Answer D. 1951. Establishment of Atomic Energy Commission. 962. Which one of the following was the most immediate factor for the spread of Swadeshi and boycott of foreign goods during the first decade of the present century? A. Curzon's design to curtail the sphere of local self-government. B. Curzon's attempt to control the universities. C. Curzon's partition of Bengal. D. Curzon's plan to curb the growing popularity of the Indian National Congresses. Answer C. Curzon's partition of Bengal. Answer C. Curzon's partition of Bengal. Answer C. Curzon's partition of Bengal. 963. Who among the following played an important role in the signing of the Gandhi-Irwin Pact? Who among the following played an important role in the signing of the Gandhi-Irwin Pact? A. Motilal Nehru. B. Tej Bahadur Sapru. A. Motilal Nehru. B. Tej Bahadur Sapru. C. Madan Mohan Malaviya. D. Jayekar. E. Chindamani. Select the correct answer from the codes given below. A and B. B and D. C, B and C. D and E. Answer B and D. B. Tej Bahadur Sapru. D. Jayekar. 964. Who among the following was the leader of a number of anti-British revolts in Sambalpur? A. Uttirat Singh. B. Surendra Sai. C. Kattabomman. D. Syed Ahmad Bairlbi. Answer B. Surendra Sai. 964. Who among the following was the leader of a number of anti-British revolts in Sambalpur? A. Uddirat Singh. B. Surendra Sai. C. Kattabomman. D. Syed Ahmad Bareilly. Answer B. Surendra Sai. 965. Who amongst the following was involved in the Alipore bomb case? 965. Who amongst the following was involved in the Alipore bomb case? A. S.N. Banerjee. B. Bipin Chandrapal. C. Jatin Das. D. Arvind Ghosh. Answer B. Bipin Chandrapal. 966. Who is known as the liberator of the Indian presses? A. Sir Charles Metcalfe. B. Lord Minto. C. Sir Thomas Munro. D. Lord Macaulay. Select the correct answer from the codes given below. A and C. B, A only. C, A and D. D, C and D. Answer B, A only. A. Sir Charles Metcalfe. 966. Who is known as the liberator of the Indian presses?
എ സർ ചാർലസ് മെറ്റ്കാൽഫ്, ബി ലോർഡ് മിൻഡോ, സി സർ തോമസ് മൺറോ, ഡി ലോർഡ് മെക്കാലേ. Select the answer. Select the correct answer from the codes given below. A and C, B A only, C A and D, D C and D. Answer B A only. A Sir Charles Metcalfe. A Sir Charles Metcalfe. 967. Who is the author of the concept of Antyodaya? A. Mahatma Gandhi, B. Vinoba Bhave, C. Sri Aurobindo, D. Jayaprakash Narayan. Answer B. Vinoba Bhave. 968. Who was the chairman of Boundary Commission to define the boundaries of the dominions under the Indian Independence Act of 1947? A. Lord Wavell, B. Stafford Cripps, C. Lord Mountbatten, D. Cyril Radcliffe. Answer D. Cyril Radcliffe. സോറി, നമ്മുടെ മൈക്ക് ഓഫായി പോയിരുന്നു. പെട്ടെന്ന് ഓഫായി പോയതാണ്. നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അറിയില്ല, എന്തായാലും ഓഫായി പോയി. അപ്പോൾ സൗണ്ട് ഇല്ലെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇതിപ്പോൾ എവിടെ വെച്ചാണ് ഓഫായി പോയെന്ന് എനിക്കറിയില്ല. നമ്മൾ കുറേ പറഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും സൗണ്ട് ഇല്ലാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നമ്മളത് അടുത്ത വീഡിയോയിൽ ക്ലാസ് എടുക്കും. അവിടെ നിന്ന് മുതലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമുക്കറിയില്ലല്ലോ എവിടെ വെച്ചാൽ ഓഫായി എന്നുള്ളത്. ഇപ്പോൾ 960 വെച്ചാണ് ഓഫായെങ്കിൽ അടുത്ത വീഡിയോയിൽ 960 ക്വസ്റ്റ്യൻ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കണത് നമ്മൾ വീഡിയോയിൽ ചെയ്യണം, അടുത്ത വീഡിയോയിലെ ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ, അടുത്ത വീഡിയോയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്നുള്ള രീതിയിൽ. ഇനി വരുന്നത് 970 ആണ്. നമ്മൾ 969 വരെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സൗണ്ട് ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഇനി വരുന്നത് 970 ആണ് നമ്മളോട് കൊടുക്കുന്നത്. പിന്നെ 971,
972, 973, 974 match the following. മൈക്ക് കംപ്ലൈൻ്റ് ആണെന്ന് അറിയില്ല. എന്തായാലും കാര്യമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഓഫായി പോയത്. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. മൈക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓഫായി പോയി കഴിഞ്ഞാൽ. അപ്പോൾ ദയവേത് ക്ഷമിക്കണം എന്ന് പറയാനേ എനിക്കാവുള്ളൂ. 1010 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലി വരുന്നത്. ഇതോടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അവസാനിക്കുകയാണ്. നമ്മളെ പ്രത്യേകതയും കൂടി ഉണ്ട്. നമുക്കിത് ഫുൾ പറയാൻ സാധിച്ചിട്ടില്ല. അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് എന്തായാലും ഇത് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഒറിജിനൽ പിന്നീട് ആൻസേഴ്സ് നോക്കാം. സോറി, പിന്നെ മൈക്ക് ഓഫായി പോയി. ദയവേത് ക്ഷമിക്കുക. നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഓഫായി പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളെന്താ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കില്ല. എന്തായാലും പരമാവധി ഇങ്ങനത്തുള്ള മിസ്റ്റേക്ക് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും. അഥവാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെയുള്ള കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ. യൂട്യൂബ് ആയതുകൊണ്ട് എല്ലാ കാര്യം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ നല്ല മനസ്സാണ് എൻ്റെ ഒരു ധൈര്യം. അതുപോലെ തന്നെ വീഡിയോസ് വാച്ച് ചെയ്യാനുള്ള ഒരു നല്ല മനസ്സും. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് ഭാഗം ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ നമ്മൾ സ്പോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ദയവേത് ക്ഷമിക്കണം എന്നേ പറയാനാവുള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കണം. മൈക്ക് വീണ്ടും ഓഫായി പോയി. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ് ആണ്. അതും നമ്മൾ ആരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കും. ചെക്ക് ചെയ്യാൻ മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ദയവേത് വാച്ച് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുത്തേക്കണം. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.